നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. പല ഭാഷകളിലായി വിജയം കൈവരിച്ച് മുന്നോട്ടു പോകുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. മോഹൻലാൽ, സൽമാൻ ഖാൻ, കമൽഹാസൻ തുടങ്ങിയ വൻ താരങ്ങളാണ് മലയാളം, ഹിന്ദി, തമിഴ് പതിപ്പുകളുടെ അവതാരകർ. സൽമാൻ അവതാരകനായെത്തുന്ന ഹിന്ദിയിൽ ബിഗ് ബോസിന്റെ 12ാം പതിപ്പ് ആരംഭിക്കുകയാണ്. ആ കൂട്ടത്തിൽ പോൺ താരം ഡാനി ഡിയുടെ പേരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മോഡലും നടിയുമായ മഹിക ശർമ്മയും ഡാനി ഡിയും ജോഡികളായാണ് പരിപാടിയിൽ പങ്കെടുക്കുകയെന്നും സൂചനകളുണ്ട്. ഇതിനു പുറമെ അവരായിരിക്കും പരിപാടിയിലെ ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്ന മത്സരാർത്ഥികൾ. റിപ്പോർട്ടുകൾ അനുസരിച്ച് 95 ലക്ഷം രൂപയാണ് ഇവരുടെ ഒരാഴ്ചത്തെ പ്രതിഫലം. എന്നാൽ പരിപാടിയിൽ താൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും ബിഗ് ബോസിൽ താൻ വരണമെങ്കിൽ ഹൌസിനകത്ത് തന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാമെന്നും മഹിക വാക്ക് തരണമെന്നും ഡാനി ബോളിവുഡ് ലൈഫിനോട് പ്രതികരിച്ചു. ബിഗ് ബോസ് 12ാം സീസണെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്നും ആ പരിപാടിയിൽ വരുന്നത് വലിയൊരു അവസരമാണെന്നും മഹിക പ്രതികരിച്ചു. ബിഗ് ബോസ് ഹൌസ് ഒരു സ്കൂളാണെന്നും സൽമാൻ ഖാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ബിരുദം ലഭിക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും അതിന് നിങ്ങൾ കൂടുതൽ കരുത്തുള്ളവരായിരിക്കണമെന്നും താരം പ്രതികരിച്ചു. ഡച്ച് TV സീരീസ് ആയ ബിഗ് ബ്രദറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബിഗ് ബോസ് ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് എത്തി തുടങ്ങിയത്. പരിപാടിയുടെ ഹിന്ദി പതിപ്പാണ് ആദ്യം ആരംഭിച്ചത്. സൽമാൻ ഖാനാണ് ഹിന്ദി പതിപ്പിന്റെ അവതാരകനായി എത്തുന്നത്. 4ാം തവണയാണ് സൽമാൻ ബിഗ് ബോസ് അവതാരകനാകുന്നത്. ഇത്തവണ കത്രീന കൈഫും സഹ അവതാരകയായി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ബോളിവുഡിലെ പല താരങ്ങളുടെയും തുടക്കം ബിഗ് ബോസിലൂടെയാണ്. സണ്ണി ലിയോൺ ബോളിവുഡിലെത്തിയത് ബിഗ് ബോസിലൂടെയായിരുന്നു. ഹിന്ദി പതിപ്പിന്റെ വിജയത്തെ തുടർന്ന് തെലുങ്ക്, കന്നഡ, തമിഴ്, മറാത്തി, ബംഗാളി ഭാഷകളിൽ ബിഗ് ബോസ് അവതരിപ്പിക്കുകയായിരുന്നു. തെലുങ്കിൽ ജൂനിയർ MTRഉം തമിഴിൽ കമൽഹാസനുമാണ് ബിഗ് ബോസിന്റെ അവതാരകർ. മോഹൻലാലാണ് ബിഗ് ബോസ് മലയാളം പതിപ്പിന്റെ അവതാരകനായി എത്തുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.